സുഹൃത്ത് ശ്രീ കെ എ ഫൈസലിൻ്റെ ഈ മാസം 31-ാം തീയതി സർവീസിൽ നിന്നും വിരമിക്കുന്ന ശ്രീ കെ എ ഫൈസലിൻ്റെ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള ചടങ്ങ് ആരംഭിക്കുകയാണ്. നൗ വി ആർ ബിഹൈൻഡ് ഷെഡ്യൂൾ. പല ട്രെയിനുകളുടെയും സ്ഥിതി തന്നെയാണ്, പലപ്പോഴും വൈകി ഓടുന്നുണ്ട്. ഇന്നത്തെ നമ്മളുടെ ഷെഡ്യൂൾ തെറ്റാൻ ഒരു കാരണം കാര്യമായ മഴയാണ്. ഇടവപ്പാതി അല്പം മുമ്പേ വന്നതിൻ്റെ, രൂക്ഷമായ ഇടവപ്പാതി മുമ്പേ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള താമസങ്ങളാണ്. നമ്മൾ ചടങ്ങ് ഔപചാരികമായിട്ട് ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി ഞാൻ രാധികയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു നിറഞ്ഞ ദീപമായിട്ട് പ്രകാശിക്കുന്ന സംഘടനയാണ് എറണാകുളത്തെ ട്രെയിൻ മാനേജേഴ്സ് അസോസിയേഷൻ വെൽഫെയർ ഫോറം. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ എ വി പ്രകാശാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. ശ്രീ എ വി പ്രകാശിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കഴിഞ്ഞുപോയ കാലങ്ങളും കഴിഞ്ഞുപോയ ആളുകളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രീ ജേക്കബ് പുന്നത്ര ഞങ്ങളുടെ പഴയ TMRമാരിൽ ഏറ്റവും മുതിർന്ന വളരെ ആക്റ്റീവായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തെ ഞാൻ ശ്രീ ജേക്കബ് പുന്നത്രയെ ഏറെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ഔപചാരികമായ പരിപാടികൾ ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിനായി ഞാൻ റിയാമോളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ട്രെയിൻ മാനേജേഴ്സ് ഫാമിലിയിൽ നിന്ന് ഓരോരോ ദളങ്ങൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എറണാകുളം ട്രെയിൻ മാനേജേഴ്സ് കുടുംബത്തിലെ കാരണവരായ നമ്മുടെ ഏറെ ബഹുമാനീയനായ ശ്രീ ഫൈസൽ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ട്രെയിൻ മാനേജേഴ്സ് ഫാമിലിയിൽ ഇത്രയും എന്താ പറയുക സർവസമ്മതനായ ഒരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വെറുതെ എല്ലാവർക്കും ഒരേപോലെ ഏറെ ഇഷ്ടപ്പെട്ടതും അതുപോലെ ഇഷ്ടത്തെക്കാൾ ഏറെ ബഹുമാനിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഫൈസൽ സാറ്. അതൊരിക്കലും ഒരു സാറ് എല്ലാവരുമായിട്ട് വാചകടിച്ച് നേടിയതോ സമ്പത്തിൻ്റെയോ പദവിയുടെയോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലൂടെയോ നേടിയതല്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ക്വാളിറ്റി കൊണ്ട് മാത്രം നേടിയതാണ്, ബിഹേവിയറിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട്. മേ ബി അദ്ദേഹത്തിൻ്റെ അധ്യാപകനായ ഫാദറിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ സമഗ്രമായ വായനയിലൂടെ അദ്ദേഹത്തിന് സാഹിത്യമായ ഒരു കഴിവായിരിക്കാം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഔട്ട് സ്റ്റേഷനിൽ ഒന്നെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ കറക്കം, ഇതാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഫൈസൽ സാറിനെ ഞാൻ കണ്ടേക്കണത് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ബുക്കും പിടിച്ചിരിക്കണതാണ് കണ്ടേക്കുന്നത്, ഫുൾ ടൈം വായന. മേ ബി അങ്ങനൊരു സമഗ്രമായ വായനയിലൂടെ സാഹിത്യമാക്കിയ ഒരു കഴിവായിരിക്കണം എല്ലാവർക്കും. പക്ഷേ ആൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്, ഭയങ്കര ഡിസിപ്ലിൻഡാണ്. പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കാനൊന്നും ഒട്ടും മടിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ പോലെയുള്ള ജൂനിയേഴ്സിനെയൊക്കെ 1-2 പ്രാവശ്യം ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സാറ് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും സമാധാനിപ്പിക്കുകയും അഡ്വൈസ് തരികയും, അതുപോലെ കഴിഞ്ഞ വർഷം പേട്ടയിൽ വയ്യാണ്ട് അഡ്മിറ്റായിരുന്നു സിക്കായിട്ട്. അപ്പോൾ സാറ് ആരോ പറഞ്ഞറിഞ്ഞ് സാറ് എന്നെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയും പ്രകാശ് സാറ് എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞ് റിയൻ എങ്ങനെയെങ്കിലും എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുകയും നമ്മളെ ഹോസ്പിറ്റലിൽ ഒന്ന് വിസിറ്റ് ചെയ്യും ഒക്കെ ചെയ്യും. നമ്മൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി. കാരണം സാർ നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റും നിലനിർത്തുന്ന ഒരു വ്യക്തിയൊന്നും അല്ല അങ്ങനെ. പക്ഷേ ആവശ്യം വരുമ്പോൾ സാറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും, അതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ വിട പറഞ്ഞ് ഇന്ന് പോകുമ്പോൾ നല്ലൊരു വിഷമമുണ്ട്. പ്രത്യേകിച്ച്
ഈ ഒരു പണ്ടൊരു ട്രെയിൻ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിലെ കോമ്പയറിംഗ് ആണെങ്കിൽ ഫൈസൽ സാറിൻ്റെ കാണണം, അസാധ്യമായിട്ടുള്ളൊരു കോമ്പയറിംഗ് ആണെന്നുള്ളത്. അത് എനിക്ക് കാണാൻ പറ്റിയത് അബ്രഹാം ജേക്കബ് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് അത് കാണാൻ പറ്റിയത്. ഇറ്റ് വാസ് ഓസം ആൻഡ് സൂപ്പറായിരുന്നു. അത് ആ ഒരു ഈ പറഞ്ഞ പോലെ അസാധ്യമായൊരു കഴിവാണ് സാറിനുള്ളത്. സാറിനെ റീപ്ലേസ് ചെയ്യാൻ ഇനി ഒരാൾ പെട്ടെന്നൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല. ആ ഒരു വിഷമമുണ്ട്. എന്നിരുന്നാലും ഇത്രയും നാളത്തെ സർവീസ് കുറച്ച് സർവീസൊന്നുമല്ല, 40 വർഷത്തിലേറെ പകിട്ടുള്ളൊരു സർവീസ് ഇന്ത്യൻ റെയിൽവേക്കും ഈ രാജ്യത്തിനും നൽകിക്കൊണ്ടാണ് സാറ് പടിയിറങ്ങുന്നത്. എന്തായാലും സാറിന് ഇനിയുള്ള കാലം സാറിൻ്റെ ഫാമിലിയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സർവശക്തൻ ആരോഗ്യ ആയുസ്സും സമ്പത്തും സമാധാനവും എല്ലാം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ട്രെയിൻ മാനേജേഴ്സ് വെൽഫെയർ ഫോറത്തിൻ്റെ പ്രസിഡന്റും നമ്മുടെ ഗാർഡ് സൂപ്പർവൈസറുമായ ശ്രീ AV പ്രകാശ് സാറാണ്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സാർ. നെക്സ്റ്റ് ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായിട്ട് വരാമെന്ന് ഏറ്റിരുന്നത് TD രാമകൃഷ്ണൻ സാറാണ്. പക്ഷെ സാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എത്തിച്ചേരാൻ പറ്റിയില്ല. സാർ എത്ര പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന് പകരം ആ ചീഫ് ഗസ്റ്റിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എറണാകുളം സൗത്ത് സ്റ്റേഷൻ്റെ രക്ഷാധികാരിയും സാരഥിയുമായ നമ്മുടെ സ്വന്തം വർഗീസ് സ്റ്റീഫൻ സാറാണ്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് ഗാർഡ്സ് വെൽഫെയർ ഫോറത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തു. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്റ്റാറാണ് താരമായ നമ്മുടെ സ്വന്തം ബഹുമാനനായ ശ്രീ ഫൈസൽ സാറും കുടുംബവുമാണ്. ഫൈസൽ സാറിൻ്റെ വൈഫ് സുനിത മാം, മകൻ മുഹമ്മദ്, മകൾ അഞ്ജലയ്ക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പകരം പുള്ളിക്കാരിയുടെ ഫാദർ ഇൻ ലോ ആൻഡ് ഫാമിലി, ഫാദർ ഇൻ ലോ ശ്രീ അഡ്വക്കേറ്റ് അബ്ദുൽ അസീസ് സാർ, സീനിയർ അഡ്വക്കേറ്റ് ഹൈക്കോർട്ട്, അദ്ദേഹം ഇവിടെ പ്രസൻ്റാണ്. പിന്നെ സാറിൻ്റെ ഫുൾ ഫാമിലി നമുക്കിവിടെ കാണാം. ഫുൾ ഫാമിലി ഇവിടെ പ്രസൻ്റാണ്. സാറിൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, ഓരോ വൈഫ്സ് ഉണ്ട്, മക്കളുണ്ട്, അങ്ങനെ എളിയമ്മയുണ്ട്, പിന്നെ വൈഫിൻ്റെ മദറുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ പ്രസൻ്റാണ്. എല്ലാവരെയും ഗാർഡ്സ് വെൽഫെയർ ഫോറത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തോളുന്നു. നമ്മുടെ മുന്നേ ഇവിടെ നിന്ന് പടിയിറങ്ങിയ നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള ട്രെയിൻ മാനേജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ശ്രീ ജേക്കബ് പുനത്ര സാറ് ഇവിടെ അവൈലബിൾ ആണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. വെൽക്കം യു. ഫൈസൽ സാറിൻ്റെ അഭാവത്തിൽ ഈ കോമ്പയറിംഗ് ഏറ്റെടുത്ത നമ്മുടെ KV അനിൽകുമാർ സാർ, റിട്ടയർഡ് TMR ആണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും, എല്ലാ റെയിൽവേ ഫാമിലിനെയും, ട്രെയിൻ മാനേജേഴ്സ് ഉണ്ട്, ലോക്കോ പൈലറ്റ്സ് ഉണ്ട്, ഔട്ട് സ്റ്റേഷൻ ട്രെയിൻ മാനേജേഴ്സും റിട്ടയർഡ് ആയവരും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഓരോരുത്തരെയും ഈ മഴയും എല്ലാം കഷ്ടപ്പാടുകളെല്ലാം ഇത് ചെയ്തിട്ട് തരണം ചെയ്ത് ഫൈസൽ സാറിന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം കുറച്ച് നേരം മാറ്റിവെച്ച എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഗാർഡ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇത് നിർത്തുന്നു. താങ്ക് യു. ശ്രീ ഫൈസലിൻ്റെ പ്രിയ പത്നി ശ്രീമതി സുനിത, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട സ്റ്റേഷൻ മാനേജർ ശ്രീ വർഗീസ് സ്റ്റീഫൻ സാർ, നമ്മളെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ പൂർവ്വസൂരി ജേക്കബ് പുനത്ര സാർ, ഫൈസലിൻ്റെ കുടുംബാംഗങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള റെയിൽവേ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ മീറ്റിംഗ് നമ്മെ സംബന്ധിച്ചോളം വളരെ വൈകാരികമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു ട്രെയിൻ മാനേജർ മാത്രമായിരുന്നില്ല നമുക്ക് ഫൈസൽ. ദീർഘകാലമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് സ്വാഗത പ്രസംഗം അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്,
നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും തന്നെ ആദ്യം വിളിക്കുന്നത് ഒരാൾ ഫൈസലാണ്. വളരെ ആധികാരികമായിട്ട് അതിന് ഒരു മറുപടി തരാൻ പ്രാപ്തരായ വ്യക്തി. വിരമിക്കലിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവീസ് നമ്മളിൽ ബാക്കി വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫൈസൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ച് നമ്മുടെ ട്രെയിനിങ് സ്കൂളിൽ റിഫ്രഷ്മെൻറ്റ് കോഴ്സിന് നടന്നവരാണ്. ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ മെയ്യിലും ഞങ്ങൾ ഒരുമിച്ച് RC ബാച്ചിൽ ആയിരുന്നു. ഇന്നലെ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചത്, ഫൈസൽക്കിയുമായിട്ട് നിങ്ങൾ എന്ത് ചേർച്ചയാണ്, എന്ത് സമാനതയാണുള്ളത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അടുപ്പം വളരെ ഗാഢമാണ്, പക്ഷെ നിങ്ങൾ തമ്മിലൊരു സമാനതകൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. സത്യമാണത്. സമാനതകളില്ലാത്ത സമാനതകളാണ് ഞാനും ഫൈസലും തമ്മിൽ. ഏറെ വൈവിധ്യമായ പല മേഖലകളിലും, കൂടുതൽ മേഖലകളിലും നമ്മൾ വിരുദ്ധരായ ചേരികളിൽ നിൽക്കുന്നവരാണ്. ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷേ നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന് അതിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും വരുത്തുന്നില്ല എന്നുള്ളതാണ് ഈ സൗഹൃദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ഒതുക്കുകയും അത് തുറന്നു പറയുകയും അത് നമുക്ക് പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ കൂടി സാധിക്കുന്നു എന്നുള്ളിടത്താണ് സൗഹൃദത്തിൻ്റെ മൂല്യം ഏറെ വർദ്ധിക്കുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ പരസ്പരം തുറന്ന് പറയും. അതിൽ യാതൊരു ഇതും ഞങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെടും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇത്രയും വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ കണ്ട് നമുക്ക് പരസ്പരം പറയാൻ പറ്റും. അവിടെ നോ പറയുന്നത് നോയും യെസ് പറയുന്നത് യെസ്സും പറയാൻ പരസ്പരം സാധിക്കുന്നു എന്നുള്ളത്. സത്യത്തിൽ അത് ഇന്നലെയാണ് ഞാനും അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചത് എന്താണ് എന്നുള്ളത്. അടുത്ത RCക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകണ്ട എന്നുള്ളത് കൊണ്ട് പരസ്പരം നമ്മളൊരു മിസ്സിങ് ആവില്ല. അവസാനത്തെ RC റിഫ്രഷ്മെൻറ്റ് കോഴ്സ് രണ്ടുപേരും കഴിഞ്ഞ മെയ്യിൽ കഴിഞ്ഞു. ഞാൻ അടുത്ത വർഷം മെയ്യിൽ ഇതേ ദിവസം റിട്ടയർ ആവും. ഫൈസൽ എന്നുള്ള വ്യക്തിയുടെ അസാന്നിധ്യം സത്യത്തിൽ ട്രെയിൻ മാനേജർ എന്ന നിലയിൽ നമ്മളിൽ അത് നികത്താതെ കണ്ട് നിൽക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. എങ്കിലും എല്ലാവരും മനസ്സിലും എന്നും ഫൈസൽ ഉണ്ടാവും. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ആളുകളെ നോക്കിയാൽ മനസ്സിലാവും ഫൈസൽ എങ്ങനെയായിരുന്നു അവരുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് അവർ ഈ മഴയത്തും ഈ കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ടും ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത്. ആ ഒറ്റൊരു കാര്യം മതി. അദ്ദേഹത്തിനെ കുറിച്ച് അധികമൊന്നും പറയേണ്ടതായിട്ടില്ല. ഞാൻ അധികം നീട്ടുന്നില്ല, സമയമേറെ വൈകി. എങ്കിലും ഫൈസലിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഔപചാരികമായിട്ട് ഞാൻ നൽകുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ പല നാടുകളിലും റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേയിലൊക്കെ ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഓർക്കുക ഫൈസലിനെയാണ്. കാരണം എന്താ വെച്ചാൽ തൃശ്ശിനാപ്പള്ളിയിലെ RC കോഴ്സിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് സരസ്വതിയിൽ പോയി സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ ഡിസ്പ്ലേ ബോർഡ് കണ്ടിട്ട് ഫൈസൽ എന്നോട് പറഞ്ഞത്, അനിൽ, എനിക്ക് റെയിൽവേയിൽ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ മനോഹരമായിട്ടുള്ള റെയിൽവേയിൽ ജോലി ചെയ്യുന്നതിൽ ഭയങ്കരമായ അഭിമാനമുണ്ട് എന്നുള്ളതാണ്. സൂറിക്കിലെ റെയിൽവേ സ്റ്റേഷനിലും ബുസാനിലും ഒക്കെ തന്നെ ജപ്പാനിലെയും റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പോയി ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ റെയിൽവേ സ്റ്റേഷനുകളാണ്. അവിടെ ഞാൻ ഓരോ തവണ ചെല്ലുമ്പോഴും ഞാൻ ഫൈസലിനെ ഓർക്കാറുണ്ട്. അടുത്തായിട്ട് റെയിൽവേ ഒരു വലിയ ട്രാൻസിഷൻ്റെ പീരീഡിലാണ് ഇപ്പോൾ. നമ്മൾ പുറമേ കണ്ട ഞാനും ഫൈസലൊക്കെ പണിയെടുത്ത റെയിൽവേ സംവിധാനത്തിൽ നിന്നൊക്കെ മാറി ഭയങ്കരമായിട്ടുള്ള ഒരു ചാട്ടത്തിലാണ് ഇപ്പോൾ റെയിൽവേ സംവിധാനം പോകുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ മാനേജറായ ശ്രീ വർഗീസ് സ്റ്റീഫന് അതിൻ്റെ എല്ലാ ഗൗരവങ്ങളും തിരിച്ചറിയാൻ പറ്റും. അത്രയും ടെൻസ്ഡാണ് ഇപ്പോഴത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെയും ജോലി. ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനും ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനുമായി എറണാകുളം
റെയിൽവേ സ്റ്റേഷൻ മാനേജർ ശ്രീ വർഗീസ് സ്റ്റീഫനെ ഏറെ ആദരത്തോടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ പ്രകാശ് സാർ, ഇന്നത്തെ താരം ഫൈസൽ, പിന്നെ പെൻഷനേഴ്സിൻ്റെ സാരഥി TMR പെൻഷനേഴ്സിൻ്റെ സാരഥി ശ്രീ പുന്നത്ര സാർ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫൈസൽ സാറിൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദീർഘമായി ഞാൻ പ്രസംഗിക്കില്ല കേട്ടോ, ആരും പേടിക്കേണ്ട, സമയം പോയി എന്നുള്ളത് അറിയാം. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യം ഞാൻ എല്ലാവരോടും ഒരു വാക്കിൽ ക്ഷമ ചോദിക്കട്ടെ. ഞാനായിരുന്നു ഇവിടെ ആദ്യം പറയേണ്ടിയിരുന്നത്, ഞാൻ ഏറ്റവും അവസാനം വന്ന് ലേറ്റായി. അപ്പോൾ പലരും പറയാറുണ്ട് ലേറ്റായതിൻ്റെ കാര്യം മഴ കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ വഴിയിൽ ഒരു മരം വീണു, സമയത്ത് എത്താൻ പറ്റിയില്ല. പക്ഷേ ഇത്തരം ഈ ലേറ്റാകൽ പോലും നമ്മുടെ ഇന്നത്തെ ആങ്കർ പറഞ്ഞതുപോലെ ഇത്തരം ലേറ്റാകൽ പോലും ഇന്നത്തെ റെയിൽവേയിൽ പെർമിറ്റഡ് അല്ല. നമുക്കൊരു സാഹചര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല ഇന്നത്തെ റെയിൽവേ. അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എന്നേക്കാൾ കൂടുതൽ പറയാൻ പറ്റുന്നതും ഇന്നത്തെ മറുപടി പ്രസംഗത്തിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ പറയുമായിരിക്കും. കാരണം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. അതായത് ഇപ്പോൾ നമ്മുടെ റെയിൽവേയിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സൂപ്പർവൈസേഴ്സ് ഒക്കെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത് ഒരു പക്ഷേ ഇത്തരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനം കൊണ്ടാണ്. കാരണം ഇങ്ങനെയുള്ളവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നമ്മളെ അറിയിക്കും. രണ്ടാമത്തെ കാര്യം, അരമണിക്കൂർ മുമ്പാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ അവർ 1 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതെല്ലാം കണ്ട് ശീലിച്ചത് കൊണ്ടും ഇവർക്ക് യാതൊരുവിധ പരാതികളും ഉണ്ടാവില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോടൊരു ചിരിച്ച മുഖത്തോട് ഹായ് സാർ, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, അതല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളും അവർക്ക് പറയാറുണ്ടാവില്ല. കാരണം ആ പ്രശ്നങ്ങളെല്ലാം ഈ എക്സ്പീരിയൻസ് കൊണ്ട് അവർ തന്നെ പരിഹരിച്ചിട്ടുണ്ടാവും. സത്യത്തിൽ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു നെഞ്ചിനൊരു കനം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇനി ഇത്തരം വളരെ കുറച്ച് ആൾക്കാരുകൾ കൂടെ ഉള്ളൂ. ഏറ്റവും താഴെയുള്ളവർ ഒട്ടും മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ അവർ ഇനിയും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് നേടിയെടുക്കാനുണ്ട് അല്ലേ. നമുക്കും ഓരോ വർഷങ്ങൾ കൂടുന്തോറുമാണ് ഓരോ എക്സ്പീരിയൻസ് വരികയും, പ്രത്യേകിച്ച് റെയിൽവേക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് കൂടുന്തോറും അവർക്ക് ഇരുത്തം വെച്ചുകൊണ്ടിരിക്കും. കാരണം അത് ഓപ്പൺ ലൈൻ സ്റ്റാഫിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു ബുക്കിംഗ് ക്ലർക്ക് ആവട്ടെ, ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവട്ടെ, ഒരു LP ആവട്ടെ, TMR ആവട്ടെ, എല്ലാവരും ഒരു പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പബ്ലിക് എന്ന് പറയുന്നത് പലതരം സ്വഭാവമായി വരുന്ന ആളുകളായിരിക്കും. അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും, നമ്മൾ ഈ റൂമിലിരിക്കുന്ന ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ദിവസം അവർ ഇടപെടേണ്ടി വരുന്നത് 200, 500, 1000 ആൾക്കാരെ ആയിരിക്കും അവർ ഡീൽ ചെയ്യേണ്ടി വരുന്നതും. ആ ഡീലിംഗ് അത് കുടുംബത്തിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ഡീലിംഗ് കൊണ്ട് നമ്മളുടെ തന്നെ ഫാമിലി പ്രശ്നങ്ങൾ എത്രയും ഇതായി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായി ഫൈസലിനെ കാണുന്നത് ഞാനൊരു ജൂനിയറായിട്ട് ഒരു ASM ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. നമുക്ക് ചില TMRമാരുടെ മുഖം നമുക്ക് ഒരിക്കലും മറക്കാത്തതിൻ്റെ കാര്യം, അത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷെ കാണാം. നമ്മളുടെ ഏറ്റവും ചെറിയ ഇതിൽ പോലും അവരെത്ര സീനിയർ ആണെങ്കിലും അവർ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കവരെ ഒരു വലിയൊരു നമ്മുടെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ നമ്മളൊന്ന് ഹായ് കാണിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊരു ASM ആയിട്ട് വർക്ക് ചെയ്തപ്പോഴും ഒരു സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്ത സമയത്തെല്ലാം ഈ വേസൈഡ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവസാനം നമ്മൾ ഈ ട്രെയിൻ കടന്നു പോയി കഴിയുമ്പോൾ ഓൾ റൈറ്റ് ശരി എന്ന് പറഞ്ഞ് നമ്മളവിടെ വന്ന് നിൽക്കും, എല്ലാം റെഡിയാണല്ലോ എന്നുള്ള രീതിയിൽ ആ വണ്ടി കടന്നു വന്ന് അതിൻ്റെ അവസാനം കാണുന്ന ആൾക്കാരാണ് TMRമാർ. അപ്പോൾ
അതിൽ എപ്പോൾ കണ്ടാലും എനിക്ക് തോന്നുന്നു കടന്നു പോകുന്ന ഓരോ സ്റ്റേഷനിലും ചിരിച്ച മുഖത്തോടു കൂടി ഇന്നും എനിക്ക് തോന്നുന്നു ഇന്നും ഫൈസലിക്ക് അത് പറയുന്നുണ്ട്. കാരണം ഇന്നലെ എനിക്കൊരു നൈറ്റ് ഇൻസ്പെക്ഷൻ പോകാനുണ്ടായിരുന്നു. കുമ്പളം സ്റ്റേഷനിലാണ്. അവിടെ സുകേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈറ്റ് ഇൻസ്പെക്ഷൻ ചെന്ന് രാത്രി 2 മണിക്ക് ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേഗം പോകണം, രാവിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്, TMR ഫൈസലിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇവിടുന്ന് കൈ കാണിച്ച് പറഞ്ഞു, എൻ്റെ ലാസ്റ്റ് ട്രിപ്പാട്ടോ എന്ന് പറഞ്ഞ് എന്നെ കൈ കാണിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുകയും ഇതെല്ലാം സത്യം പറഞ്ഞാൽ എനിക്കും നമുക്ക് എല്ലാവർക്കും അതൊക്കെ ഇതെല്ലാം നമ്മൾ ഈ ജോലിയിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന പല കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് ശ്രദ്ധിച്ച് പറയുക എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ മുറിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഫൈസൽ കയറി വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് ഇടപെടാൻ പറ്റുമെങ്കിൽ ഇടപെടണം. അപ്പം ഞാനോർത്ത് എന്തായിരിക്കും, ചിലപ്പോൾ വലിയ മറ്റ് TMRമാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പറഞ്ഞു വന്നത് ഒരു ട്രെയിൻ, ആ ട്രെയിനിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധാരണ നമ്മളുടെ ട്രെയിനിൻ്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ കോച്ചുകൾ ഒന്നെങ്കിൽ ഏറ്റവും മുമ്പിലും 2 ഏറ്റവും മുമ്പിലും 2 ഏറ്റവും പുറകിലും. ഇപ്പോൾ അതും കൂടെ വേണ്ട, ഒന്ന് മതി എന്ന് പറഞ്ഞാൽ ഒന്ന് മുമ്പിലും ഒന്ന് പുറകിലും ആയിരിക്കും. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ട്രെയിനിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ കോച്ചുകളെല്ലാം ഒരു സൈഡിൽ മാത്രമാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, സാർ ഇത് ശരിയല്ല, ഇതൊന്ന് സാറ് ഇടപെടാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇടപെടണം ഇതിനെല്ലാം കൂടെ. കാരണം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് മുതലേ ജനറൽ കോച്ചുകൾ മുമ്പിലും പുറകിലും ആയതുകൊണ്ട് ആളുകൾ സാധാരണ ടിക്കറ്റ് എടുക്കുന്ന സാധാരണ പൊതുജനം ഈ ടിക്കറ്റ് എടുത്ത് മുമ്പിലും പുറകിലുമായിട്ട് നിൽക്കുക. അപ്പോൾ അവസാനം അവർ നോക്കുമ്പോൾ അവരുടെ സ്ഥലത്തൊരു ജനറൽ കോച്ച് കാണത്തില്ല. അപ്പം ആ വണ്ടി പുറപ്പെടുത്താൻ ചിലപ്പോൾ 2 മിനിറ്റ് ഉണ്ടാവുള്ളൂ, 3 മിനിറ്റുള്ള അവർ ഓടും, അവർക്ക് അപകടം ഉണ്ടാകും. അങ്ങനെ സംഭവിക്കാതെ ഒരു അപകടമുള്ള ഇതാണ് സാർ, അത് അറിയിക്കണം, ഇത് 2 സ്ഥലങ്ങളിലായിട്ട് ഇടണമെന്ന് പറഞ്ഞു. കാരണം അത് ഇവിടെ ഒരു മെയിൻ്റനൻസിന് വരുന്ന വണ്ടിയും കൂടെയാണ്. പക്ഷെ സദേൺ റെയിൽവേയുടെ അല്ലെങ്കിൽ TVC ഡിവിഷൻ്റെ വണ്ടിയല്ല. അപ്പോൾ ഞാനൊക്കെ ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വണ്ടി മെയിൻ്റനൻസ് യാർഡിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിങ്ങനെ ഇടാൻ പറ്റുമോ, ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ട്. അവർ പറഞ്ഞത് നമുക്കിടാം എന്ന് പറഞ്ഞാൽ അവരാ രീതിയിൽ ഇട്ടു. പക്ഷേ അതിന് പഴി എനിക്ക് കേൾക്കേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു റെയിൽവേയുടെ വണ്ടിയായിരുന്നു, അങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ കോമ്പോസിഷൻ അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടു. ഫൈനലി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് പാസഞ്ചേഴ്സിനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങൾ ജോലിയിൽ അപ്പോൾ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും നമ്മളുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതല്ലേ. ഒരു കാര്യം അവിടെ അടുക്കി വെച്ചു, ഒരു ബുക്ക് അവിടെ വെച്ചു, അല്ലെങ്കിൽ അവിടെ തുടച്ചു വെച്ചു, പിന്നെ ഇന്ന് പറയുന്ന പോലെ ആ ഭവനത്തിനെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, അതേപോലെ തന്നെ റെയിൽവേയിലും കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ജോലിയിൽ അത്രയും ഡെഡിക്കേഷൻ കാണിക്കുന്ന വിരലിൽ നിന്ന ആളുകളിലെ ഒരാളാണ് ഫൈസലിക്ക്. അതിന് അദ്ദേഹത്തെ നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ക്ലോസ് സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ഇൻഫോ പാർക്കിലാണ് ആദ്യം വർക്ക് ചെയ്തു വന്നത്. ആദ്യം വർക്ക് ചെയ്തത് ശേഷം അദ്ദേഹം കാനഡയ്ക്ക് മൈഗ്രേറ്റ് ആയി പോയതിന് ശേഷം എൻ്റെ മറ്റ് കുറച്ച് ഫ്രണ്ട്സ് അവരൊരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് അതേ ഇൻഫോ പാർക്കിൽ അതേ സ്ഥാപനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴും സിസ്റ്റം ഫോളോ ചെയ്യുന്നത് 3 വർഷം മുമ്പ് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടൻ്റെ പേര് സുജീഷ് എന്നായിരുന്നു. ആ ചേട്ടൻ വർക്ക് ചെയ്ത് വെച്ച അതേ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്ത് വെച്ച ശൈലിയാണ് ഞങ്ങളിപ്പോഴും തുടരുന്നത്. ശരിക്കും ഫൈസലിക്ക പോലെയുള്ള ഇവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകൾ കാണിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ കാഴ്ചവെച്ചിരിക്കുന്ന പ്രകടനങ്ങൾ തുടർന്നുള്ളവർക്കും ഇതേ മാതൃക തുടരാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ഇൻസിഡൻ്റ് കൂടെ പറയും. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ലീവ് അപ്ലൈ ചെയ്തു. ഒരു ലോങ് ലീവാണ് സാറേ, എനിക്ക് ലോങ് ലീവല്ല, ഒരു 3-4 ദിവസം ലീവാണ് സാറേ, എൻ്റെ ഒരു ഫാമിലി മീറ്റാണ്, ഫാമിലി അറ്റൻഡ് ചെയ്യാൻ സാറ്, എനിക്കറിയാം പ്രശ്നങ്ങളുണ്ടെന്നറിയാം, പക്ഷേ എനിക്കത് ലീവ് അത്യാവശ്യമാണ്, ഞങ്ങൾ കുറേ നാൾ കൂടി ഫാമിലി എല്ലാവരും കൂടെ ഒത്തുചേരുന്നതാണെന്ന് പറഞ്ഞു. വളരെ എനിക്ക് തോന്നുന്നു അന്നത്തെ സൂപ്പർവൈസർ അജേഷായിരുന്നു. നമ്മൾ ഒരുവിധം അറേഞ്ച് ചെയ്ത് ലീവ് കൊടുത്തു. പക്ഷെ അതിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് സാധാരണ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ലീവ് കൊടുക്കുക അല്ലെങ്കിൽ ലീക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചതിൻ്റെ ഒരു മറുപടി ചിലപ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ആ ലീവ് കൊടുത്തതിന് ശേഷം വീണ്ടും എൻ്റെ മുറിയിൽ വന്നിട്ട് വേണം, സാറേ ലീവ് കിട്ടിയത് നന്നായി, ഈ ഫോട്ടോസ് കണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ മുഖങ്ങളല്ല, ഈ മുമ്പിലിരിക്കുന്ന കുടുംബങ്ങളെല്ലാവരും അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി എനിക്ക്. ശരിക്കും പറഞ്ഞ ഒരു ലീവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സന്തോഷം തോന്നിയ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാനിനിയും സമയം ദീർഘിപ്പിക്കുന്നില്ല. ഫൈസലിക്കായ്ക്കും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൂടാതെ ഈ പരിപാടി, ഈ പ്രോഗ്രാം മറ്റൊരാൾക്ക് പകരമാണെങ്കിലും ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യപ്രഭാഷണം നടത്താൻ തയ്യാറായത് ടി ഡി രാമകൃഷ്ണനാണ്. മലയാളത്തിലെ നോവൽ സാഹിത്യത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും ഔന്നിത്യമുള്ള എഴുത്തുകാരനാണ് ടി ഡി രാമകൃഷ്ണൻ. അദ്ദേഹം റെയിൽവേയിൽ നിന്നും ചീഫ് കൺട്രോളറായിട്ടാണ് വിരമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം എഴുതിയിരിക്കുന്ന നോവൽ, അവസാനം എഴുതിയിരിക്കുന്ന പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായും റെയിൽവേ സംവിധാനങ്ങളും റെയിൽവേ സംവിധാനങ്ങളുടെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ചിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള രചനയാണ്. ഫൈസലും ടി ഡി രാമകൃഷ്ണനും ഏറെക്കാലം ഒരുമിച്ച് ഒരു ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹം കൊണ്ടുകൂടിയാണ് ടി ഡി രാമകൃഷ്ണൻ വരാമെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ജന്മനായുള്ള ആസ്മ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഭാഗമായി ഈ തണുപ്പും കാറ്റും മഴയൊക്കെ അതിനെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നു. വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അയച്ച വോയിസ് മെസ്സേജ് ഫൈസൽ എനിക്ക് ഇന്നലെ ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം എല്ലാ ആശംസകളും അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ടി ഡി രാമകൃഷ്ണൻ്റെ ആശംസകൾ, ഈ യോഗത്തിലുള്ള ആശംസകൾ ഞാനിവിടെ അറിയിക്കുന്നു. അടുത്തതായി ഫൈസലിനെ ഷാൾ അണിയിക്കുന്നതിനായി ശ്രീ എ വി പ്രകാശിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഫൈസലിനെ കുറിച്ച്, ഫൈസൽ എൻ്റെ ആത്മസുഹൃത്താണ്. ഒരു സഹോദരൻ എന്ന് വിളിക്കാവുന്ന ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ആ ആത്മബന്ധം തുടങ്ങുന്നത് 10-28 വർഷങ്ങൾക്ക് മുമ്പാണ്. തൃശ്ശൂർപ്പള്ളിയിലെ ഒരു ട്രെയിനിങ് സ്കൂളിൽ വെച്ച് യാദൃശ്ചികമായിട്ട് ഞങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞ് വൈവ 2-3 ദിവസത്തേക്ക് നീണ്ടുപോയി. അപ്പോൾ എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും എല്ലാ ജോലികളും ചെയ്യും. പഴയകാലത്ത് തെങ്ങുമ്മ വേണി കയറും, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, അതിപ്പോഴും ഉണ്ടാക്കും, എല്ലാ പണികളും ചെയ്യും. പക്ഷേ എനിക്ക് അലക്ക് എന്ന് പറയുന്ന പണി എനിക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് എൻ്റെ അമ്മ ആണ് എൻ്റെ വസ്ത്രങ്ങൾ, അതിനുശേഷം വൈഫാണ് ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് വച്ചിരിക്കുന്ന നല്ല അലക്കി തേച്ച വസ്ത്രം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതുണ്ട്. ഈ ഇൻ്റർവ്യൂ നീണ്ടുപോയപ്പോൾ എൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങൾ മുഷിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫൈസലിനോട് പറഞ്ഞു, സംഗതി പാളിയിലോ ഫൈസലെ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എൻ്റെ യൂണിഫോമൊക്കെ മുഷിഞ്ഞിരിക്കുന്നു. അതിനെന്താ, ഞാൻ അലക്കി തരാമെന്നാണ് ഫൈസൽ പറഞ്ഞത്. ഫൈസലിനെ കൊണ്ട് ഞാൻ അലക്കിച്ചില്ല കേട്ടോ, ഞാൻ റെഡിമെയ്ഡായിട്ട് ഷർട്ട് വാങ്ങുന്നുണ്ടായത്. പക്ഷേ അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധം അതിപ്പോഴും നിലനിൽക്കുന്നു. ഫൈസലിനെ അഭിനയിക്കാൻ ശ്രീ എ വി പ്രകാശിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഫൈസലിൻ്റെ പ്രിയപത്നി സുനിതയെ ഷാളണിയിച്ച് ആദരിക്കുന്നതിനായി വീണയെ ക്ഷണിക്കുന്നു. നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്നും ജോലി ചെയ്ത് വിരമിക്കുമ്പോൾ
അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹ സമർപ്പണങ്ങൾ, അത് പിൽക്കാലത്ത് ഇത്തരം ഈ യോഗങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വന്ന ആളുകൾ അന്ന് സംസാരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുക. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ആളുകളൊക്കെ തന്നെ വരികയും ഇത്തരം സ്നേഹ സമർപ്പണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഈ 39 വർഷത്തെ റെയിൽവേ സേവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെമൻറ്റോ കൊടുക്കുന്നതിനായിട്ട്, ഫൈസലിന് കൊടുക്കുന്നതിനായിട്ട് സ്റ്റേഷൻ മാനേജർ ശ്രീ വർഗീസ് സ്റ്റീഫനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗാർഡ്സ് വെൽഫെയർ TMR വെൽഫെയർ ഫോറത്തിൻ്റെ മെമൻറ്റോ നൽകുന്നതിനായിട്ട് ഞാൻ ശ്രീ വർഗീസ് സ്റ്റീഫനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹോപകാരമായ മോതിരം അണിയിക്കുന്നത് അടുത്ത റിട്ടയർമെൻറ്റിന് അടുത്ത സാധ്യതയുള്ള ആൾ എന്നുള്ള മട്ടിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ മാനേജറാണ് സാധാരണ ഇതിൽ വിരമിച്ചു പോകുന്ന ആൾക്ക് കൊടുക്കുക. അത് അണിയിക്കുന്നതിനായി ഞാൻ ശ്രീ ബേസിൽ ടി കുര്യനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബേസിൽ ചെയ്യുന്നതിനായി നമ്മുടെ ഡിവിഷനിലെ അംഗീകൃത യൂണിയൻ്റെ ബഹുമാന്യരായ നേതാക്കൾ എത്തിയിട്ടുണ്ട്. സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ്റെ ഡിവിഷണൽ പ്രസിഡന്റ് ശ്രീ KG സുനിൽകുമാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാന അധ്യക്ഷൻ കാർഡ് സൂപ്പർവൈസർ ശ്രീ AV പ്രകാശ്, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ഫൈസൽ സാറിൻ്റെ പ്രിയതമ, ഏറെ ബഹുമാനമുള്ള ഈ സ്റ്റേഷൻ്റെ ചെറുപ്പക്കാരനായ സൂപ്രണ്ട് വർഗീസ് സ്റ്റീഫൻ അവർ, ബഹുമാനായ ജേക്കബ് പിന്നത്ര സാർ, DRUവിൻ്റെ ബഹുമാന നേതാവ് ML ബിബി, പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഫൈസൽ സാറിൻ്റെ കുടുംബാംഗങ്ങൾ, ഒരുപക്ഷെ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന രീതിയിൽ വളരെയേറെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത്. കാരണം സാധാരണഗതിയിൽ ഗാർഡ്സ്മാരെ അല്ലെങ്കിൽ TMRമാരുടെ പ്രോഗ്രാമിന് അവതാരകനായി വരുന്നത് ഫൈസൽ സാറാണ്. അദ്ദേഹം ഒരുപക്ഷെ നമ്മളെ വളരെയധികം പ്രചോദിപ്പിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ആ രീതിയിൽ, കാരണം സമൂഹത്തിലുള്ള എല്ലാ വശങ്ങളെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, കാരണം അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധം TD രാമകൃഷ്ണനെ പോലെയുള്ള വലിയൊരു സാഹിത്യകാരനുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലി, സത്യസന്ധമായ ശൈലിയാണ് ഇതെന്ന് പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും അദ്ദേഹം എല്ലാ രീതിയിലും എൻ്റെ പ്രിയങ്കനായ സുഹൃത്ത് AV പ്രകാശിൻ്റെ സ്നേഹവികാര പ്രകടനം കണ്ടപ്പോൾ തന്നെ അത്രമാത്രം, കാരണം ഫൈസൽ സാറിനെ ഞങ്ങൾ അറിയുന്നത്, സദേൺ റെയിൽവേ മസ്ദൂറിൻ്റെ പ്രവർത്തകർ അറിയുന്നത് AV പ്രകാശിലൂടെയാണ്. കാരണം അദ്ദേഹം
അനീതി കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കുകയും അത് ഏതെല്ലാം തലത്തിൽ പരിഹരിക്കപ്പെടാൻ പറ്റുമോ ആ തലത്തിലെല്ലാം അവതരിപ്പിക്കുവാനുള്ള ഒരു ചട്ടകമായിട്ട് അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയായിട്ട് എ വി പ്രകാശനെ പോലെയും നന്ദുവിനെ പോലെയുള്ളവരെയും ഉപയോഗിക്കും. ഇദ്ദേഹത്തിൻ്റെ എല്ലാം സംഘടനാ മികവ്, സംഘാടക മികവ്, കാരണം നമ്മുടെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം TMR കൃഷ്ണകുമാർ അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി വേർപെട്ടു പോവുകയും ചെയ്തപ്പോൾ ഒരു സഹപ്രവർത്തകനെ എങ്ങനെയെല്ലാം സഹായിക്കാൻ പറ്റും എന്നുള്ള വളരെ വ്യക്തമായി കാണിച്ചെന്ന അദ്ദേഹത്തിന്, അതുകൂടാതെ അബ്രഹാം സാറിനെ പോലുള്ളവരെല്ലാം അതിനെ മുൻകൈയെടുത്തു എന്നുള്ളത് ഞാനിവിടെ സ്മരിക്കുകയാണ്. എന്തായാലും ഫൈസൽ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം എല്ലാ രീതിയിലും ഭാവികാല ജീവിതം അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുടുംബത്തിനോടൊപ്പം പേരക്കിടാങ്ങളോടൊപ്പം വസിക്കുവാൻ ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് നിർത്താം. ഇന്നലെ നമ്മുടെ എടപ്പള്ളിയിലെ എല്ലാവർക്കും പ്രിയങ്കരിയായ പത്മിയുടെ സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. പക്ഷേ പത്മിയുടെ സെൻഡ് ഓഫിൻ്റെ സമയത്ത് ഒരു വലിയൊരു അല്ലെങ്കിൽ വികാരനിർഭരമായ ഒരു പ്രസംഗം ഞാൻ കേട്ടു അജീഷ് തോമസിൻ്റെ. കാരണം ഇത്രയേറെ ആത്മബന്ധം സഹപ്രവർത്തകരുമായിട്ട് വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്ര ഹൃദയസ്പർശിയായ ഒരു വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഫൈസൽ സാറിനെ കുറിച്ചും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സദേൺ റെയിൽവേ മസ്റൂൺ ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എംപ്ലോയീസ് യൂണിയൻ്റെ ഡിവിഷൻ സെക്രട്ടറി ശ്രീ VBN ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. എംപ്ലോയീസ് യൂണിയൻ്റെ ഡിവിഷൻ സെക്രട്ടറി ശ്രീ VBN ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ഞാൻ 99 ഇരുമ്പടത്ത് വന്ന് ജോയിൻ ചെയ്യണ കാലം തുടങ്ങി ഫൈസൽ സാറിനെ കാണുന്നതാണ്. അപ്പോൾ ഞാനവിടെ ക്യാബിൻ ബോയ് ആയിട്ട് ജോലി ചെയ്യും. ബങ്കിലും ക്യാബിനുമായിട്ട് നമ്മൾ ജോലി ചെയ്യും. അപ്പോൾ ഗാർഡുമാർ വരുമ്പോൾ അവിടെ പെട്ടിയുമായിട്ടാണ് നമ്മൾ ബന്ധം. ഗാർഡുമാരായിട്ട് പെട്ടി കൊണ്ടുവരുന്ന ഗാർഡുമാർ കൊണ്ട് ചിലപ്പോൾ വരില്ല. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. പെട്ടി ഇറക്കണ്ട, കയറ്റണ്ട. കാരണം ഈ പെട്ടി ഈ ട്രാഫിക് സ്റ്റാഫിനെ സംബന്ധിച്ചോളം, ഗ്രൂപ്പ് ഡി ജീവനക്കാരെ സംബന്ധിച്ചോളം അതൊരു ഫ്യൂഡൽ സിമ്പിളായിട്ടാണ് കാണുന്നത്. ഒരു അടിമത്തത്തിൻ്റെ ഒരു ചിഹ്നം പോലെയാണ് ട്രാഫിക് ജീവനക്കാർ കാണുന്നത്. ആ ട്രാഫിക്കിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പെട്ടിയുമായിട്ട് നമ്മുടെ ഗാർഡുമാർ വരുമ്പോൾ ഒരു ചെറിയ യുദ്ധമുണ്ട്, മാനസിക സംഘർഷമായിട്ട്. അതിൽ ഗാർഡുമാർ വന്ന്, ഞാനൊക്കെ അന്ന് ചെറുതാണ്, 19 വയസ്സിലാണ് ഞാൻ റെയിൽവേയിൽ ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഫൈസൽ സാറ് ഇന്നത്തെ പോലെ തന്നെ അന്ന് എനർജറ്റിക്കാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു പെട്ടി പിടിക്കാനായിട്ട് നമ്മുടെ ഗാർഡുമാർ നമ്മളെ കൂടെ വരും. ചിലവർ വരില്ല. അപ്പോൾ കൂടെ വരുന്ന ആളുകളോട് നമുക്ക് ഒരു ബഹുമാനമാണ്. ചിലപ്പോൾ നമ്മുടെ പേരൊന്നും ചിലപ്പോൾ എൻ്റെ ഇരുമ്പടത്ത് ഞാൻ ജോലി ചെയ്ത കാലത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ഫൈസൽ സാർ ഓർമ്മയിലുണ്ടാവില്ല, അല്ലെ മുഖം ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള അവരോടൊരു ഭയങ്കര സ്നേഹമാണ് ഈ ഗ്രൂപ്പ് ഡി ജീവനക്കാർക്ക് ഉണ്ടാവുക. ഒരു ബഹുമാനം ഉണ്ടാവും. അത് വേറെ ഒന്നുമല്ല, അതൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഈ ഗാർഡുമാർ പെട്ടിയെ കാണുന്നത് വേറെ തലത്തിലായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ കാണുന്നത് വേറെ തലത്തിലാണ്, സേഫ്റ്റി എന്നുള്ള തലത്തിലാണ്. അപ്പോൾ ഈ പെട്ടിയിൽ ഒരു പെട്ടിയെ 3 തലത്തിൽ അവിടെ ആളുകൾ കാണുന്നു, അതിന് അഭിമുഖീകരിക്കുകയും അത് ജോലി ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു ബന്ധം അന്ന് തുടങ്ങിയുണ്ട്. സാറ് വളരെ കോടിയലായിട്ട് നമ്മളോട് വാ, ചെറിയ പയ്യനാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടി കൊണ്ടുവന്ന് കയറ്റി ആൾ ജോലിക്ക് പോകും.
അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് ഞാൻ പ്രധാനമായിട്ടും ഫൈസൽ സാറിനെ കാണുന്നത് TMRമാരുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ നെടുന്തൂണായി നിൽക്കുന്ന ഒരു വലിയ സംഘാടകനായിട്ടാണ്. ആ സമയത്തും ഭയങ്കര അതിഭയങ്കരമായ അല്ലെങ്കിൽ ഭീകരമായ എനർജിയാണ്. ഇപ്പോൾ റിട്ടയർ ആവുന്ന സമയത്തും ഇതിനേക്കാൾ എനർജറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാണ്. അയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ RPF ആണോ ഇൻസ്പെക്ടർ ആണോ എന്നുള്ള രീതിയിലുള്ളൊരു ഫിസിക്കൽ അപ്പിയറൻസും കൂടിയാണ് സാറിനുള്ളത്. എന്തായാലും ഇങ്ങനെയുള്ള ചെറിയ ഓർമ്മകളാണ് എനിക്കുള്ളത്. പിന്നെ റിട്ടയർ ആകുമ്പോൾ ആസ് എ ട്രേഡ് യൂണിയനിസ്റ്റ് ഒരു പ്രശ്നമുള്ളത്, നമ്മൾ കൂടുതലും ഞെരുങ്ങുന്നു, ഇവരൊക്കെ റിലീസായി പോകുന്നു. നേരത്തെ കഴിഞ്ഞ മുമ്പ് നമ്മുടെ എബ്രഹാം 49 വയസ്സായപ്പോൾ തന്നെ ഇവിടുന്ന് സൂചിക്കാൻ വേണ്ടി പോയി. അപ്പോൾ റിട്ടയർ ആവുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പെൻഷനുള്ള ആളുകൾ സന്തോഷവന്മാരായിട്ട് റെയിൽവേയിൽ നിന്ന് പിരിയുകയും നമ്മളിങ്ങനെ ചുരുങ്ങി കഷ്ടപ്പെട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ റിട്ടയർമെൻറ്റും അവിടെ തന്നെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സർവീസിൽ തുടരുന്ന ആൾക്കാർ ഒരു മോഡേൺ സ്ലേവറി അങ്ങനെയുള്ളൊരു ജാമിലേക്കാണ് പോകുന്നത്. ഗാർഡുമാർ TMRമാരും ഡ്രൈവർമാരും ഒക്കെ ഈ ക്ലോക്കിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തേണ്ടി വരും. അത് നമ്മുടെ വേറെ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഉറങ്ങും, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാലും ഉറങ്ങും. അപ്പോൾ കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഇവർക്ക് ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തോന്നുന്നു. പിന്നെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ കുടുംബക്കാരായാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടുകാരായാലും കുഴപ്പമില്ല, അവരോട് മുഴുവൻ ദേഷ്യമായിരിക്കും. കാരണം അങ്ങനെയുള്ള ജോലി ആയതുകൊണ്ടേ. അപ്പോൾ നല്ല രീതിയിലും ചിലപ്പോൾ പെരുമാറാൻ തന്നെ സാധിച്ചിട്ടുണ്ടാവില്ല സർവീസിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ സാറിന് അങ്ങനെ അനുഭവമില്ല. എന്നാലും അതങ്ങനെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റാണ്. മനുഷ്യനാവാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് 60 വയസ്സിൽ ചില കാറ്റഗറി റെയിൽവേ നമ്മൾക്ക് വരുന്നത്. അതിങ്ങനെ കൂടുതൽ തീവ്രമായിക്കൊണ്ടിരിക്കുന്നു, കാറ്റഗറിയിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കൊമേഴ്സ്യൽ വർക്കുമാർ കൊമേഴ്സ്യൽ ബ്രാഞ്ചിലാണ് ഇപ്പോൾ ആ ഒരു ടൈറ്റ്നെസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു വലിയ സാഹസം ചെയ്ത് ജോലി ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളിൽ നിന്നും സാറ് രക്ഷപ്പെട്ടു പോകുന്നതിനുള്ള അസൂയയും സന്തോഷവും കൂടെ പങ്കുവെച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരം ഡിവിഷണൽ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും കുടുംബത്തിനും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജോലിക്ക് തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഫൈസൽ നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് പോലെ സന്തോഷത്തോടെ കൊണ്ടു നടക്കുന്ന ജോലിയല്ല. നിർവാഹമില്ലാതെ ഈ 60ാമത്തെ വയസ്സ് വരെ സൂപ്പർആനുവേഷൻ വരെ എത്തിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ഓടിയെത്തിച്ചതാണ്. കാരണം വെളുപ്പിന് 2:30 മണിക്കും തിരിച്ച് വീട്ടിലേക്കും വെളുപ്പിനൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ആലുവയിലെ മഴയും തണുപ്പൊക്കെ ഉള്ളതിലൂടെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാണ്. പക്ഷേ തൻ്റെ ജോലി 60ാമത്തെ വയസ്സിൽ അവസാനിപ്പിക്കൂ എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കൊണ്ടു നടന്നതാണ്. ഏറെ സന്തോഷത്തോടെ പെട്ടിയും തൂക്കി നടന്നതല്ല എന്നുള്ളത് ഒരു ആത്മസംഭാഷണത്തിൽ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്. അടുത്തതായി യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് ട്രെയിൻ മാനേജേഴ്സിൻ്റെ വെൽഫെയർ ഫോറത്തിൻ്റെ പഴയ നേതാവ് റിട്ടയർ ചെയ്ത ശ്രീ ജേക്കബ് പുന്നത്രയെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഇന്നത്തെ പ്രിയങ്കരനായി നമ്മുടെ എല്ലാം പ്രിയപുത്രനായിട്ട് റിട്ടയർ ചെയ്യുന്ന പുത്രനല്ല, ഇപ്പം പ്രായമായി കേട്ടോ, റിട്ടയർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സഹകർമ്മിണി ഇവിടെയുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റേഷൻ മാനേജർ, എനർജറ്റിക് ആയിട്ടുള്ള യങ് ഇതായിട്ട് തന്നെ നമുക്ക് പറയാം. ഇവരുടെ എല്ലാം സാന്നിധ്യവും നിങ്ങളുടെ എല്ലാ സാന്നിധ്യവും ഏറെ അനുഗ്രഹപ്രദമാണ് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, അതായത് എൻ്റെ സർവീസ് 33 വർഷത്തെ സർവീസായിരുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ പ്രധാന വ്യക്തി 39 വർഷം സർവീസ് ചെയ്തു. എന്നാൽ ഈ 33 വർഷവും അതിനോട് ചേർന്നുള്ള പിന്നെ ഒരു 6 വർഷം കൂടെ അത് എങ്ങനെ മുന്നോട്ട് പോയി എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര പ്രയാസം നിറഞ്ഞൊരു സംഗതിയാണ്. ഈ ഇടയ്ക്ക്
ഞാൻ കന്യാകുമാരിയിലായിരുന്നു. എൻ്റെ മോളിപ്പോൾ അവിടെ അറ്റോമിക് പവർ പ്ലാന്റ് ജോലി ചെയ്യുന്നു. അവിടെ L&T കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ജീവനക്കാരുടെ വർക്കിംഗ് അവേഴ്സ് 12 മണിക്കൂറാണ്. 7:30 ബസ് അവിടുന്ന് പോയാൽ 8:30 അവരുടെ ഡ്യൂട്ടി കയറി തിരിച്ചു വരുന്നത് രാത്രി 8:30 ആകുമ്പോഴത്തേക്കാണ്. അവർക്ക് ആപ്പാടെ ഉള്ളത് സൺഡേ മാത്രം ഒഴിയും. അന്നേരം ഞാൻ ഓർത്തു, അയ്യോ അതിലൊക്കെ എത്രയോ നല്ലതാണ് എൻ്റെ ജോലി, ഞാൻ ചെയ്ത ജോലി. കാരണം അതുവരെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. നമ്മൾ അതുപോലെ ഓരോരോ സന്ദർഭങ്ങളിലും ഡിഫൻസ് ഫോഴ്സ്, പോലീസ് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അവരുടെയൊക്കെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗാർഡിൻ്റെ ജോലി ബുദ്ധിമുട്ടല്ലെന്നല്ല പറഞ്ഞ് നേച്ചറിനോട് ഇടപെട്ട് രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് യാതൊരുവിധ സാമൂഹ്യ ബന്ധങ്ങളില്ലാതെ, കാരണം ഞാനൊക്കെ റിട്ടയറായി പിന്നെയാണ് വീടുകളിലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്നതല്ല. പിന്നെ ആൾക്കാർക്കും അറിയാം, ഇവന് ഇപ്പോഴത്തെ പോസ്റ്റ് ട്രെയിൻ മാനേജറാണല്ലോ, ട്രെയിൻ മാനേജറാണ്, അവനെക്കൊണ്ട് ഒരു കാര്യത്തിലും നമുക്ക് ഉപകാരമൊന്നുമില്ല. പക്ഷേ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോലി ഇരട്ടിച്ചു. കാരണം ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്നിരിക്കണം. ചെന്നില്ലെങ്കിൽ എല്ലാവരും പറയും ഇതിനു മുമ്പ് അവൻ വന്നിട്ടില്ല, ഇപ്പോഴെങ്കിലും വരാൻ വരെ സത്യം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫൈസൽ തൻ്റെ ജീവിതകാലം എപ്പോഴും ബുക്കുകളോട് ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. നല്ല നല്ല ബുക്കുകൾ. ഞാൻ പറഞ്ഞ പൈങ്കിളി വായസനൊന്നുമല്ല പറഞ്ഞത്. പുള്ളി റണ്ണിലൂടെ വരുമ്പം ഞാനുള്ളപ്പോൾ തന്നെ നോക്കുമ്പം വളരെ ഗഹനമായ നല്ല സബ്ജക്റ്റുള്ള ബുക്കുകൾ വന്ന് വായിക്കുന്നതാണ്. ഞാനും വളരെ നല്ലൊരു വായനക്കാരനാണ്. എൻ്റെ വായനയും ഇദ്ദേഹത്തിൻ്റെ വായനയുമായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹം എന്നെക്കഴിഞ്ഞും ഒരു A+ മേടിച്ച ഒരാളെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ആ ബുക്കിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും എല്ലാവരോടും സ്നേഹത്തോടും ആ ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ട്. പക്ഷേ അനാവശ്യമായിട്ട് ആരോടും കയർക്കുകയോ ആരോടും ദേഷ്യപ്പെടുകയോ ഒന്നും ഞാൻ ചെയ്തു കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ 13 വർഷമായി റിട്ടയറായിട്ട്. ഈ 12 വർഷം വരെ ആ 12ാമത്തെ അതിന് മുമ്പുള്ള ഓരോ സെൻഡ് ഓഫിനും ഫൈസലും നമ്മുടെ അനിലും ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെയൊക്കെ അതിനു മുമ്പുള്ളതിനൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അന്നേരം അന്ന് തൊട്ടുള്ള ഈ മീറ്റിങ്ങുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് ഇതുപോലൊരു ഫങ്ഷൻസ് എല്ലാം ചെയ്ത് നടത്തുവാൻ ഇവർക്ക് പ്രാപ്തി കൊടുത്തു. അത് നമ്മുടെ ട്രെയിൻ മാനേജർ അസോസിയേഷൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. ആ നേട്ടത്തെ ഞാൻ ഇവിടെ അഭിനന്ദിക്കുന്നു. ഈ 12 അല്ലെ 13 വർഷം റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് കിട്ടിയ ഭാഗ്യം എന്നാന്ന് വെച്ചാൽ എല്ലാവരുടെയും സെൻഡ് ഓഫിന് ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു. ഇവർ ഇത്രയും നാളും ആ പദവി ഒരിക്കൽ പോലും മാറ്റാതെ ആ കസേര എന്നും എനിക്ക് വേണ്ടി ഇവിടെ ഇട്ടുവെച്ചിട്ടുണ്ട്. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. ഇനി എത്ര കാലം ഇതൊക്കെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇനിയുള്ളത് സീനിയേഴ്സ് എല്ലാം, അതായത് ഞങ്ങളുടെ ബാച്ച് ജോലി ചെയ്തവരും പരിചയമുള്ളവരും എല്ലാം അടുത്ത വർഷം കൊണ്ട് പരിസമാപ്തി നേടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇതിന് ശേഷമുള്ള മീറ്റിങ്ങുകളിൽ ഇതുപോലുള്ള ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയെന്ന് പറയാൻ പറ്റുകയില്ല. അതിനുള്ള യുവജന നേതൃത്വം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉണ്ട്. പക്ഷേ പെൻഷൻ ആകുന്ന പ്രായത്തിന് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഇതുപോലുള്ള ഫങ്ഷൻസിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾ ഈ കഷ്ടപ്പാടും ഈ മഴയും എല്ലാം സഹിച്ച് ഫൈസലിനോടുള്ള സ്നേഹം, അദ്ദേഹം ചെയ്ത സർവീസിൻ്റെ മഹത്വം, റെയിലിനോടുള്ള അഗാധമായ കൂറ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ റിട്ടയർമെൻറ്റ് ഫങ്ഷനിൽ നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞതാണ്. അങ്ങനെ ഈ മീറ്റിങ്ങിൽ എല്ലാവരും ഒരുമിച്ച് ഫൈസലിന് ഒരു നല്ല ജീവിതം, ഭാവിയിലോട്ട് സുഖപ്രദമായ ഒരു ജീവിതം, സന്തോഷപ്രദമായ ജീവിതം കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ശ്രീ ഫൈസലിനെ പൊന്നാടണിയിക്കുന്നതിനോ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുന്നതിനൊക്കെയുള്ള സമയമാണ്. ഞാൻ ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഏതാനും കുറച്ച് കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. നിങ്ങളുടെ കയ്യേറിയാണ് എൻ്റെ മെയിൻ. അതായത് ഓരോന്നും അവതരിപ്പിച്ചോളൂ. മലയാള സിനിമയിലെ നമുക്ക് മറക്കാനാവാത്ത ഒരു പ്രധാന കഥാപാത്രമാണ് അഞ്ഞൂറാൻ. ഗോഡ് ഫാദർ എന്ന സിനിമയിൽ നമ്മളെ ഞെട്ടിച്ചരിച്ച അഞ്ഞൂറാൻ NN പിള്ള. എന്റെ ഭാര്യ എന്റെ ലക്ഷ്മി ഈ വീഞ്ഞ് വന്ന് കന്ന് പിഴഞ്ഞു പിഴഞ്ഞു വരിക മലയാള സിനിമയിലെ മറ്റൊരു സൂപ്പർ സ്റ്റാർ നമുക്ക് ഫൈസൽ ഖാൻ പോലെയുള്ള ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്കാനെ നമുക്ക് ഒരു വടക്കൻ വീരഗാഥ സിനിമയിൽ ഇങ്ങനെ നോക്കാം. ഇരിപ്പായി മാറ്റി പുള്ളടി വെച്ച് ഒരിക്കൽ ചൂട് കുടിക്കാൻ കൊല്ല് 16 കിലോമീറ്റർ ചത്തു. മാറ്റച്ചൊരു ചോദിച്ചപ്പോൾ കള്ളം പറഞ്ഞവൻ ചത്തു. നിനക്കൊന്നും മറി നമുക്കല്ലേ അറിയില്ല. ഈ ചതിയിൽ ചത്തു തോൽപ്പിക്കാൻ ആളായി പിറന്നവരാരും ഈ ഭൂമിയിലില്ല. തിരിച്ചു പോ.